മുഹമ്മദ് മുസ്തഫയുടെ മുറ ഒരു കൂട്ടം പുതുമുഖങ്ങളും പരിചയസമ്പന്നരുമായ കലാകാരന്മാർ അഭിനയിക്കുന്ന പ്രതികാരത്തെയും സൗഹൃദത്തെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു ഗ്യാങ്സ്റ്റർ സിനിമയാണ്. മുറയുടെ ട്രെയിലറിലുടനീളം ആക്ഷനും രക്തച്ചൊരിച്ചിലുമാണ് എഴുതിയിരിക്കുന്നത്. അതാണ് സിനിമയിൽ ലഭിക്കുന്നത്. കപ്പേള 2020 റിലീസായ ത്രില്ലറിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച നടൻ മുഹമ്മദ് മുസ്തഫ മികച്ച പ്രകടനങ്ങളും ഉറച്ച ആക്ഷൻ സീക്വൻസുകളും ഉൾക്കൊള്ളുന്ന ഒരു അക്രമാസക്തമായ പ്രതികാര ചിത്രവുമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ കണ്ടൻറ് ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അനന്തു ഹൃദു ഹാറൂൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം, മനു യദു കൃഷ്ണൻ, മനാഫ് അനുജിത്ത്, സജി ജോബിൻ ദാസ് എന്നീ 4 ജോലിയില്ലാത്ത സുഹൃത്തുക്കളെ ചുറ്റിപ്പറ്റി തിരുവനന്തപുരത്താണ് കഥ നടക്കുന്നത്. ചെറുപ്പക്കാർ കുറ്റകൃത്യങ്ങളുടെയും അക്രമങ്ങളുടെയും ലോകത്തേക്ക് സ്വമേധയായി പ്രവേശിക്കുകയും സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന അനി എന്ന ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവിൻ്റെ ചിറകിന് കീഴിലാവുകയും ചെയ്യുന്നു. ആവേശഭരിതരായ സ്വഭാവ ഗുണമുള്ള 4 സംഘം അനിയുടെ നിർദ്ദേശപ്രകാരം മധുരയിൽ അപകടകരമായ ഒരു ജോലി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. ആ ദൗത്യം നിർവഹിച്ചതിനു ശേഷം അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ അവർ പദ്ധതിയിട്ടെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല. സുരേഷ് ബാബു തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിൽ മുസ്തഫ അഭിനേതാക്കളോടൊപ്പം പ്രത്യേകിച്ച് 4 യുവ താരങ്ങൾക്കൊപ്പം മികച്ച സ്കോർ ചെയ്യുന്നുണ്ട്. ടീമിൻ്റെ തലവനായ ഹൃദു ദേശീയക്കാരനായ യുവാവായി മികവ് പുലർത്തുന്നു. മറ്റ് ഭാഷകളിൽ സിനിമകൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാൻ ഔട്ടിംഗ്, ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ് മറ്റ് 3 പേരെയും തിരുവനന്തപുരത്തുകാരായതിനാൽ ഭാഷാശൈലിയും ഡയലോഗ് ഡെലിവറിയുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നടന്മാരായ ക്രിഷ് ഹാസനും വിഘ്നേശ്വർ സുരേഷും സംഘത്തിൻ്റെ സുഹൃത്തുക്കളായി അമ്പരപ്പിച്ചു. അനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരാജിനൊരു നിസ്സാര കാര്യമാണ്. അനിയുടെ ബോസ് രമയായി മാല പാർവതിയുടെ രൂപത്തിൽ സർപ്രൈസ് എലമെൻറ്റും വരുന്നുണ്ട്. അവർക്ക് കൃത്രിമ പല്ലുകൾ നൽകിയത് എന്തിനാണെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. എന്നിരുന്നാലും കനി കുസൃതിയുടെ കഥാപാത്രത്തിന് കഥയിൽ വലിയ ഇടം ലഭിക്കാത്തത് ഒരു നിഗൂഢതയായി തുടരുന്നെങ്കിലും ഒരു ഗ്യാങ്സ്റ്റർ ചിത്രത്തിൽ സ്ത്രീ ഷോട്ടുകൾ വിളിക്കുന്നത് വലിയ മാറ്റം തന്നെയാണ്. ആക്ഷൻ ഒക്കെ റിയൽ ആൻഡ് റോ ആണ്. അത് ചേസ് സീക്വൻസുകളായാലും വഴക്കുകളിലായാലും. അടുത്ത കാലത്തായി ഉയർന്ന സ്റ്റണ്ടുകൾക്കായി പോയ മലയാള സിനിമകളുടെ പട്ടികയിലേക്ക് മറ്റൊരു കൂട്ടിച്ചേർക്കലാണ് മുറ. എന്നിരുന്നാലും ചില ക്രമങ്ങളിൽ ഇത്രയധികം അക്രമങ്ങൾ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും സിനിമ കാണുന്ന പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. 4 പേരും അവരുടെ തിരഞ്ഞെടുപ്പുകളുടെ അനന്തരഫലങ്ങൾ അഭിമുഖീകരിക്കുന്നതായി സിനിമ കാണിക്കുമ്പോൾ യുവാക്കളെ കുറ്റകൃത്യങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ ഘടകങ്ങൾ പര്യവേക്ഷണം ചെയ്യാനുള്ള അവസരം അത് നഷ്ടപ്പെടുത്തുന്നു. പകരം സിനിമയുടെ ഭൂരിഭാഗവും 4 പേരും അനിയുടെ സംഘത്തിൻ്റെ ഭാഗമായി ഒരു നല്ല ജീവിതം നയിക്കുന്നതായി മാറുന്നു. ഇതൊരു പ്രശ്നകരമായ സന്ദേശം നൽകുന്നുണ്ട്. ചില സമയങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഗ്ലാമറൈസേഷൻ വിഷമിപ്പിക്കുന്നതാണ്. സാങ്കേതിക വശം ഫാസിൽ നാസർ ഛായാഗ്രഹണം, ചമൻ ചാക്കോ എഡിറ്റിംഗ്, ക്രിസ്റ്റോ ജോബി സംഗീതവും പശ്ചാത്തല സംഗീതവും തിളങ്ങുന്നുണ്ട്. ചിത്രത്തിന് എതിരായി പ്രവർത്തിക്കുന്നത് തിരക്കഥയാണ്. 2ാം ഹാഫിൽ അല്പം ട്വിസ്റ്റ് ആവുകയും അങ്ങനെ ഒരു അടിപൊളി ഇഫക്റ്റ് അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ചെറുപ്പക്കാർക്കും അവരുടെ രോഷത്തിനും പ്രത്യേകിച്ച് അനന്തുവിൻ്റേത് വേരോടെ പിഴുതെറിയാൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ കഥ വൈകാരിക തീവ്രതയിൽ കുറവാണ്. ഇത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മുറ ഒരു ഗംഭീര സിനിമ ആകുമായിരുന്നു. അപ്പോൾ സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. See you guys all in my next video. Bye guys.